ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ 6ാം പാഠഭാഗമായ വൻകരകളും സമുദ്രങ്ങളും കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന പാഠഭാഗം നോക്കാം. Man's sea voyages in search of the unknown world for wealth and to satisfy curiosity have a long history. Where could these explorers have reached in search of a new world? Some of them have gone around the world traveling exclusively along sea routes. അറിയപ്പെടാത്ത നാടുകൾ തേടിയും സമ്പത്തിനു വേണ്ടിയും കൗതുകത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യർ നടത്തിയിട്ടുള്ള യാത്രകൾക്ക് നീണ്ട ചരിത്രമുണ്ട്. പുതുലോകം തേടിയുള്ള ഈ യാത്രകൾ സാഹസിക സഞ്ചാരികളെ എവിടെയെല്ലാം എത്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരിൽ ചിലർ പൂർണ്ണമായും സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ലോകം ചുറ്റി വന്നിട്ടുണ്ട്. Try to answer the following questions by observing the world map. Which color represents the major part of the map? What does this color indicate? ലോക ഭൂപടം നിരീക്ഷിച്ച് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഈ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? These vast water bodies are called oceans. About 2/3 of the Earth's surface is covered by oceans. ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2/3 ഭാഗവും സമുദ്രങ്ങളാണ്. The other areas represented in the different colors signify land. Continents are vast land masses located in between the oceans. Identify the continents from the globe. Asia, Africa, North America, South America, Antarctica, Europe, Australia. മറ്റു നിറങ്ങളിൽ ചില പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്നത് കാണാമല്ലോ. ഇവയൊക്കെ കരഭാഗങ്ങളാണ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. ഗ്ലോബ് നിരീക്ഷിച്ചാൽ എന്തൊക്കെ വൻകരകൾ കാണാൻ കഴിയും? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. Let us examine the features of the continents one by one. First of all, Asia. Asia is the largest continent. It is located to the north of the Indian Ocean. It is the world's most populated continent. ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. India is the part of this continent. Mount Everest, the highest peak in the world, is situated here. We can see Mount Everest in this picture. The continent has regions that enjoy diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പും ഉള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. Crops like paddy, wheat and maize are cultivated in this continent. Asia is the largest producer of paddy in this world. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. The lofty Himalayas. The Himalayas are the world's highest mountain range, located to the north of the India in the continent of the Asia. It greatly influences the climate and the culture of India. This mountain range acquired the name Himalaya from its several permanently snow-covered peaks including the Mount Everest in Nepal, which is the highest peak in the world. തലയുയർത്തി ഹിമാലയം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യൻ വൻകരകളിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരയിലെ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്. ആഫ്രിക്ക. Africa is the second largest continent. It is located between the Indian Ocean and the Atlantic Ocean.
It stands second in population. Most of the regions are deserts. Hence, agriculture is sparse. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ രണ്ടാം സ്ഥാനമാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറവാണ്. The Sahara, the world's largest desert, is located here. The Nile, the world's longest river, flows through this continent. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. Dense forests with world's richest animal diversity exist in this continent. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. Collect the pictures of the important plants and animals in Africa from the internet. These can be kept in separate folder. ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ഒരു പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിക്കുക. The Nile coursing through northeast Africa is the longest river in the world. It has an approximately length of 6,850 km and is known as an international river because it flows through 11 countries. The Nile is usually described as the lifeblood of nations like Egypt and Sudan. ഒന്നാമനായി നൈൽ. ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. നോർത്ത് അമേരിക്ക. It is located between the Pacific Ocean and the Atlantic Ocean. It stands third in size. Mount McKinley in the Alaska mountain range is the highest peak. The 5 Great Lakes, which together hold 21% of the world's available fresh water, are located here. The Inuits or Eskimos live in snow-covered regions, are a special feature of this continent. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയാണുള്ളത്. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്സുകൾ അഥവാ എസ്കിമോസുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഐസ് ഹോംസ്. The Inuits or Eskimos living in the frozen regions of the North Pole make temporary houses with blocks of ice. These are known as igloos. മഞ്ഞുകൊണ്ടുള്ള വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The 5 Great Lakes. The lakes Superior, Michigan, Huron, Erie, and Ontario, located in Canada and the United States of America, are collectively known as the 5 Great Lakes of North America. പഞ്ചമഹാതടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൻ, യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. സൗത്ത് അമേരിക്ക. It is located between the Pacific Ocean and the Atlantic Ocean. It stands fourth in size. Mount Aconcagua is the highest peak. River Amazon with the largest share of fresh water flow through this continent. തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലിപ്പത്തിൽ 4-ാമത്. മൗണ്ട് അക്കോൺഗുവ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടൊഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
The dense forests of the Amazon River basin situated to the north of the South America are rich in diverse plant and animal life. Cattle rearing is an important occupation of the people. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനത്തിൽ സസ്യജന്തുക്കളാൽ ഏറെ വൈവിധ്യമുള്ളതാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. Don't step into the river. Piranha, a type of fish found in the river Amazon. They have extremely sharp teeth with which they ferociously attack other fishes and animals and finish them off within seconds. Tapioca is a foreigner. Tapioca, the favorite food of Keralites, originated in South America. Many of our agriculture crops have come from South America. നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അന്റാർട്ടിക്ക. Antarctica stands fifth in the size. It is the coolest region of the world. It is known as the White Continent since it is covered with snow throughout the year. അന്റാർട്ടിക്ക വലുപ്പത്തിൽ 5ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. There is no permanent human settlement. Many countries set up research centers for climate studies and mineral explorations in this mineral-rich continent. സ്ഥിരമായ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപമുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദക്ഷിൻ ഗംഗോത്രി PO. India opened a post office in 1983 at its first Antarctic research center named Dakshin Gangotri. Nearly 2,000 letters were mailed from there. ദക്ഷിൻ ഗംഗോത്രി PO. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. Europe. It is located between the Atlantic Ocean and Asia. It stands 6th in size. The Ural mountain range separates it from Asia. It is the third most populated continent. Though southern Europe enjoy moderate heat and cold, the northern part experiences severe cold. It is industrially developed. Fishing is an important occupation. യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 6ാം സ്ഥാനത്താണ്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ 3ാം സ്ഥാനം. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ് ഇവിടെ. Norway, the land of the midnight sun. Countries like Norway and Finland, falling within the Arctic Circle, experience 6 months of the night and 6 months of the day every year. To more about these places, read പാതിരാ സൂര്യൻ്റെ നാട്ടിൽ by S.K. Pottekkatt. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. ആർട്ടിക് വൃന്ദത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി S.K. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ. ഓസ്ട്രേലിയ. It is the smallest continent. Australia, along with the few surrounding islands, is known as Oceania. It is referred to as the island continent as it is surrounded by ocean. Platypus, the egg-laying mammal. Kangaroo, the animal with a pouch. Dingo, belong to a dog family, etc. are found exclusively in Australia. ആസ്ട്രേലിയ ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ എന്ന പേരിലും അറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ
ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു ഇവിടെ. Wheat is cultivated extensively here. Minerals like gold, iron ore and uranium are heavily mined here. It is famous for sheep rearing. Islands. Islands refers to the land that are completely surrounded by water. The Greenland, located to the north of the Atlantic Ocean, is the world's largest island. സ്വർണം, ഇരുമ്പ്, യുറാനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഇവിടം. ദ്വീപുകൾ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന കരഭാഗമാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. The baby in the skin pouch. A skin pouch on the belly outside the body. A baby inside that pouch. Do you recognize the animal? Yes, it is kangaroo, commonly found in Australia. It can hop fast using its hind legs and tail. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. ശരീരത്തിന് വെളിയിലൊരു തുകൽ സഞ്ചി, അതിനുള്ളിലൊരു കുഞ്ഞ്. ഈ മൃഗത്തെ മനസ്സിലായില്ലേ? അതെ, ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കങ്കാരു തന്നെ. ഈ മൃഗത്തിന് പിൻകാലുകളും വാലുകളും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുമുണ്ട്. The Pacific Ocean. The Pacific Ocean is the largest ocean. It has the largest number of islands. The Challenger Deep in the Pacific Ocean is the world's deepest point. The Pacific Ocean is the world's largest fishing ground and is rich in minerals. The size of the Pacific Ocean. The Pacific Ocean, along with its associated seas, covers 1/3 of the Earth's total area. It is more than the total size of all the continents put together. പസഫിക് സമുദ്രം. വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം പസഫിക് സമുദ്രത്തിനാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. പസഫിക് സമുദ്രത്തിൻ്റെ വലിപ്പം. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 1/3 വരും. എല്ലാ വൻകരകളും ചേർന്നാലും ആകെ വലുപ്പത്തേക്കാൾ കൂടുതൽ. The Atlantic Ocean. The Atlantic Ocean is the second largest ocean. The Grand Banks, which is an important fishing ground, is in this ocean. The northern part of this ocean is the world's busiest ocean route. അറ്റ്ലാന്റിക് സമുദ്രം. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. The Indian Ocean. It is third in size. This ocean has the distinction of being an ocean named after a country. The Arabian Sea and the Bay of Bengal are part of the Indian Ocean. Identify the continent situated to the north of the Indian Ocean from the figure. ഇന്ത്യൻ മഹാസമുദ്രം. ചിത്രത്തിൽ നിരീക്ഷിക്കൂ. വലിപ്പത്തിൽ 3ാം സ്ഥാനമുള്ള ഈ സമുദ്രത്തിന് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണവുമുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ. The coral reefs. The coral reefs are an important feature of the Indian Ocean. Corals are formed by the accumulation of calcium compounds secreted by tiny marine organisms called coral polyps found in tropical oceans. Lakshadweep Islands are formed of these accumulated coral polyps. പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രത്തിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങളിൽ കൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമുദ്രത്തിൽ അധികവും പവിഴപ്പുറ്റുകളാണ്. The Antarctic Ocean.
The ocean bordering Antarctica is known as the Antarctic Ocean. Since the region experiences severe cold, the surface of this ocean is almost extremely frozen. It is believed that the ocean bed is rich in minerals. Many varieties of fish are also present in this ocean. അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപണമുണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. The Arctic Ocean. The ocean that encircles the North Pole is the Arctic Ocean. It remains frozen for over 6 months a year. Locate that Antarctic and Arctic Ocean with the help of a world map and globe. You would have now realized that the earth we live is vast and diverse. The plant and the animal life, including man, make use of this diversity for their existence. Man depends on the earth, land masses for the basic needs like water, food, shelter, and clothing. Like the continents, the oceans also play an important role in making life on earth possible. We utilize oceans directly or indirectly for various purposes such as fishing, minerals, exploration, transport, and recreation. This beautiful earth belongs to all the living beings. It is the duty of every individual to preserve the resources on land and in water for the future generations. അന്റാർട്ടിക് സമുദ്രം. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞു മൂടിക്കിടക്കുന്നു. ലോകഭൂപടം, ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് അന്റാർട്ടിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളുടെ സ്ഥാനം കണ്ടെത്തുമല്ലോ. നാം അധിവസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും വൈവിധ്യമാർന്നതുമാണെന്ന് മനസ്സിലായല്ലോ. ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിലെ മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്യജന്തുജാലകങ്ങൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന ആവശ്യമായ ജലം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയവയെല്ലാം മനുഷ്യർ ആശ്രയിക്കുന്നത് പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ്. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരയ്ക്കും സമുദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട്. മത്സ്യസമ്പത്ത്, ധാതു നിക്ഷേപങ്ങൾ, ഗതാഗതം, വിനോദം തുടങ്ങി വിവിധ തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കരയിലും സമുദ്രങ്ങളിലും നിലകൊള്ളുന്ന വിഭവസമ്പത്ത് വരും തലമുറയ്ക്ക് കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. Summary. Major portion of the Earth's surface is water. There are 7 continents and 5 oceans on the Earth. Oceans are extremely vast water bodies. Continents are vast land masses situated between oceans. Diversity exists in the topography, climate, and plant and animal life in the continents. Like the continents, oceans also play an important role in sustaining life on the earth. It is the duty of every individual to preserve the resources and diversity on the earth. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും ജലമാണ്. ഭൂമിയിൽ 5 സമുദ്രങ്ങളും 7 വൻകരകളും ഉണ്ട്. അതിവിസ്തൃതമായ ജലാശയമാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെയാണ് വൻകരകൾ. വൻകരയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളെ പോലെ തന്നെ സമുദ്രങ്ങൾക്കും പങ്കുണ്ട്. ഭൂമിയിലെ വൈവിധ്യവും വിഭവസമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമ കൂടിയാണ്.